والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ومنهم من عاهد الله لئن أعطانا من فضله لنصدقن ولنكونن من الصالحين فلما آتاهم من فضله بخلوا به وتولوا وهم معرضون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും പടച്ചതമ്പുരാൻ അവന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിനെ അല്ലാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി മാറ്റുമാറാകട്ടെ. നമ്മുടെ സ്വർഗത്തിൽ അല്ലാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെ നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ. സഅലബ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട ഒരു സഹാബിയാണ്. സാമ്പത്തികമായി ഒന്നുമില്ല. അദ്ദേഹം നമസ്കരിക്കാൻ സ്ഥിരമായി മദീന പള്ളിയിൽ വരാറുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുള്ള ഒരു പാവം സഹാബിയാണ് സഅലബ. അദ്ദേഹം ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാലൻ. എന്റെ അവസ്ഥ താങ്കൾക്കറിയാമല്ലോ, ഒന്നുമില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമ്പത്തുണ്ടാകാൻ വേണ്ടി അങ്ങ് പടച്ചവനോട് പ്രാർത്ഥിക്കണം. അങ്ങ് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സ്വീകരിക്കും. എന്റെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല, നിങ്ങൾ പോകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, സഅലബ, ഖലീലുൻ തുഅദ്ദി ശുക്റഹു ഖൈറുൻ മിൻ കസീരിൻ ലാ തുഅദ്ദി ശുക്റഹു. കുറച്ചുള്ളൂവെങ്കിലും അതിൽ അള്ളാഹുവിനെ നന്ദി ചെയ്യാൻ കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. ധാരാളം കിട്ടി പടച്ചോന് ശുക്ർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് കുറച്ചല്ലേ. എന്തിനാണ് കൂടുതൽ? ഉള്ളതിനെ നന്ദി ചെയ്ത് ജീവിച്ചാൽ അതല്ലേ നല്ലത് എന്ന് തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹം അത് കേട്ട് തിരിഞ്ഞുപോയി. പക്ഷെ അദ്ദേഹത്തിന് സമാധാനം വരുന്നില്ല, കുറച്ച് പൈസ വേണം. വീണ്ടും ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറഞ്ഞു, നബിയെ, ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാല, എനിക്ക് കുറച്ച് പൈസ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, സഅലബ, നിനക്ക് എന്നിൽ മാതൃകയില്ലേ? ഞാൻ റസൂലാണ്, എന്റെ അടുക്കൽ പൈസയുണ്ടോ? എന്നെ പോലെ നിനക്ക് ആയാൽ പോരെ. എനിക്ക് കിട്ടൂലാത്തതല്ല. ഈ കണ്ട ഈ മലകള്, ഈ മലകൾ സ്വർണമാക്കണമെന്ന് ഞാൻ പടച്ചോളോട് പ്രാർത്ഥിച്ചാൽ ഈ മല മുഴുവനും എനിക്ക് സ്വർണമായി കിട്ടും. ഞാനത് ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ എന്നെ പോലെ ജീവിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ. അദ്ദേഹം അപ്പൊ പിരിഞ്ഞുപോയി. മൂന്നാമതും വന്ന് ഇതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് കുറച്ച് സമ്പത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി അല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കളെ നിയോഗിച്ച പടച്ചവനാണ് സത്യം. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, ലൈൻ അതാനില്ലാഹു മാലൻ, അല്ലാഹ് എനിക്ക് സമ്പത്ത് നൽകിയാൽ ലഉതി കുല്ലഹി ഹഖിൻ ഹഖഹു, ആ സമ്പത്തിൽ ആർക്കെല്ലാം ഞാൻ ബാധ്യത കൊടുക്കേണ്ടതുണ്ടോ എല്ലാം ഞാൻ കൊടുക്കും. സമ്പത്തിന്റെ ബാധ്യത എല്ലാം ഞാൻ നിർവഹിക്കണം. അത് താങ്കൾക്ക് ഉറപ്പ് തരാം. പടച്ചോനെ പിടിച്ച് സത്യം ചെയ്ത് റസൂലിനോട് പറഞ്ഞു, ഒരു വിട്ടുവീഴ്ച സമ്പത്തിന്റെ വിഷയത്തിൽ കൊടുക്കേണ്ടത് ആർക്കും കൊടുക്കാതിരിക്കില്ല. ഇങ്ങനെ അദ്ദേഹം തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ർസുഖ്നി സഅലബ മാലൻ, പടച്ചോനെ ഈ സഅലബയ്ക്ക് കുറച്ച് സമ്പത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ വളർച്ച അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. സീറോയിൽ നിന്നും അദ്ദേഹം വളരാൻ തുടങ്ങുകയാണ്. അദ്ദേഹം ഒരു ആടിനെ വാങ്ങുന്നുണ്ട്. ചരിത്രത്തിൽ ആടിന്റെ വളർച്ചയെ കുറിച്ച് പറയുന്നത്, പുഴു പെറ്റുവരുകും പോലെ ആടുകൾ ഇങ്ങനെ പെറ്റുവരുക തുടങ്ങി. കാലക്രമേണ വളർന്ന് 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 അദ്ദേഹം ഓരോ ദിവസവും ചെല്ലുന്തോറും വലിയ സമ്പത്തിന്റെ ഉടമയായി അദ്ദേഹം മാറുകയാണ്. വലിയ ആട്ടിപ്പറ്റങ്ങൾ. ആദ്യമൊക്കെ സമ്പത്ത് കിട്ടിയെങ്കിലും അദ്ദേഹം കാര്യങ്ങളിലൊന്നും മുടക്കം വരുത്തിയില്ല. പഴയ പോലെ നിസ്കരിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ആട്ടിപ്പറ്റങ്ങൾ കൂടിക്കഴിഞ്ഞപ്പോൾ ഇതിന് മദീനയിൽ ഒതുക്കാൻ പറ്റില്ല. പിന്നെ മരുഭൂമിയിലേക്ക് പോകണം. അങ്ങനെ മസ്ജിദ് നബവിയിൽ നിന്ന് കുറച്ച് ദൂരമായിട്ട് അദ്ദേഹം പോകേണ്ടി വന്നു. അപ്പൊ നിസ്കരിക്കാൻ കൃത്യമായിട്ട് എത്താൻ പറ്റില്ല എല്ലാ വക്കത്തും. ചില വക്കത്തിനൊക്കെ എത്തും, ചില വക്കത്തൊക്കെ മുടങ്ങാൻ തുടങ്ങി. സമ്പത്ത് കൂടാൻ തുടങ്ങിയനുസരിച്ച് അതിന് തിരക്ക് കൂടി. അപ്പൊ പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായി. ജുമായ്ക്ക് മാത്രമാക്കി.
പിന്നെയും കുമിഞ്ഞുകൂടിയപ്പോ ജുമയ്ക്ക് പോലും സലബനെ കാണാതെ വിശ്വാസം അന്വേഷിച്ചു. സലബപ്പം മുതലിന്റെ പുറകെയാണ്, ഒരു പള്ളിയിൽ വരാനൊന്നും നേരമില്ല. അങ്ങനെ സലബ ഇങ്ങനെ സാമ്പത്തികമായി ഉയർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സക്കാത്ത് സ്വീകരിക്കണമെന്നുള്ള നിയമം വിശ്വാസങ്ങൾക്ക് അവതരിക്കുന്നത്. ഹിജ്റയുടെ 2-ാം വർഷം. ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ, നബിയെ സമ്പന്നരുടെ സമ്പത്തിൽ നിന്നും സക്കാത്ത് വാങ്ങണം എന്ന നിയമം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തുള്ള എല്ലാവരുടെ അടുക്കിലേക്കും സമ്പത്ത് മേടിക്കാൻ വേണ്ടി, സക്കാത്ത് വാങ്ങാൻ വേണ്ടി ദൂതന്മാരെ വേണ്ടി 2 സഹാബാക്കളെ ഈ സഅലബയുടെ സക്കാത്ത് വാങ്ങാനും വേറൊരു സുലമി ഗോത്രക്കാരന്റെ സക്കാത്ത് വാങ്ങാനും വേണ്ടി 2 പേരെ പറഞ്ഞു വിട്ടു. അങ്ങനെ സഅലബയുടെ അടുക്കൽ വന്നു 2 പേര്. സക്കാത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ നിയമം ഇറങ്ങിയിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കണം, എത്ര ആടുണ്ടെന്ന് കണക്കൂട്ടി ഇത്ര ആടിന് ഇത്ര സക്കാത്ത് കൊടുക്കണം എന്ന് നിയമം പറഞ്ഞപ്പോ സഅലബ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ, നിങ്ങളിപ്പോ സുലമിയുടെ സക്കാത്തും കൂടി മേടിക്കാനല്ലേ വന്നത്, അയാളുടെ അടുത്ത് പോയി സക്കാത്ത് മേടിച്ചിട്ട് പോവാ, ഞാൻ ചിന്തിക്കട്ടെ എന്ന് പറയും. സുലമിയുടെ സക്കാത്ത് മേടിക്കാൻ എന്തോ സുലമി ഗോത്രക്കാരൻ പറഞ്ഞു, എന്റെ ഈ നിൽക്കുന്ന ആട്ടിൻപറ്റങ്ങൾ, എന്റെ ഒട്ടകങ്ങൾ ഏതാണോ സക്കാത്തിന്റെ റസൂൽ പറഞ്ഞിട്ട് നിങ്ങൾ പിടിച്ചോളി. അയാൾ സുമനസാലെ സന്തോഷത്തോടെ അയാളുടെ സക്കാത്ത് കൊടുത്തു. അതും വാങ്ങി സഅലബയുടെ അടുക്കൽ വന്നപ്പോ സഅലബ പറഞ്ഞു, ഇതൊരു ടാക്സ് പിരിക്കുന്ന പരിപാടിയാണല്ലോ, മുമ്പില്ലായിരുന്നല്ലോ. ഞാനൊക്കെ പള്ളിയിൽ വരെ ഇങ്ങനെ പരിപാടിയില്ലായിരുന്നല്ലോ. റസൂല് ജിസിയ പിരിക്കാൻ തുടങ്ങി. മാഹാദ ഇല്ല ജിസിയ, ഇത് അമുസ്ലിമികളിൽ നിന്ന് നികുതി പിരിക്കും പോലെ നമ്മുടെ നിന്ന് നികുതി പിരിവ് തുടങ്ങിയപ്പോ റസൂല് ഞാൻ തരില്ല. 2 പേരും വിശ്വാസനൊക്കെ വന്ന് സുലമി ഗോത്രക്കാരന്റെ സക്കാത്ത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, സഅലബ തന്നില്ല എന്ന് പറഞ്ഞു. സഅലബ പറഞ്ഞു മറുപടി തന്നു. റസൂൽ പറഞ്ഞു, വൈഹക സഅലബ, സഅലബയ്ക്ക് നാശം. ആ പഴയ കഥ മറന്നു വരുന്നത്, വന്ന ചരിത്രം മറക്കരുത്. വൈഹക സഅലബ, സഅലബയ്ക്ക് നാശം. അദ്ദേഹം ഒരു സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ സമ്പത്ത് കിട്ടിയാൽ എല്ലാ ബാധ്യതകളും നിർവഹിക്കുന്ന പടച്ചോനെ വിളിച്ച് സത്യം ചെയ്ത് പറഞ്ഞ ആളാണ്. റസൂല് പറഞ്ഞു വിട്ട ദൂതന് സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞ് നിരാശരായി വന്ന് റസൂലിനോട് പറഞ്ഞു, വൈഹക സഅലബ, സഅലബയ്ക്ക് നാശം. ഉടനെ സഅലബയുടെ വിഷയത്തിൽ അല്ലാഹു ആയത്ത് അവതരിപ്പിച്ചു. സൂറത്ത് തൗബയിൽ 75-ാമത്തെ ആയത്ത്, ഒമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട്, മൻ ആഹദല്ലാഹ്, അള്ളാഹുവിനോട് കരാറ് ചെയ്ത ചില ആളുകളുണ്ട്. എന്താണ് കരാറ്? ലൈൻ ആത്താനാ മിൻ ഫളലിഹി, അള്ളാഹു സമ്പത്ത് എനിക്ക് തരികയാണെങ്കിൽ ലനസ്വദ്ദഖന്ന, സക്കാത്ത് കൊടുത്തുകൊള്ളാമെന്ന് കരാറ് ചെയ്ത ചില ആളുകളുടെ കൂട്ടത്തിലുണ്ട്. പേര് പറഞ്ഞില്ല, ചിലരെന്ന് പറഞ്ഞു. സഅലബേനാണ് ഉദ്ദേശിക്കുന്നത്. വലനകൂനന്ന മിന സ്വാലിഹീൻ, സമ്പത്ത് കിട്ടിയാലും ഞങ്ങൾ സ്വാലിഹായി ജീവിച്ചോളാം, പള്ളിയിലൊക്കെ വന്നോളാം എന്ന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത ചില ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ടോ ഫലമ്മാ ആതാഹും മിൻ ഫളലി, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്നും അവർക്ക് സമ്പത്ത് കൊടുത്തപ്പോഴോ ബഖിലൂ ബിഹി, ഒരു ലുബ്ധന്മാരായി മാറി. പറഞ്ഞതൊക്കെ മറന്നു, കൊടുക്കാൻ തയ്യാറല്ല. വതവല്ലൗ വഹും മുഅ്രിദൂൻ, അവർ കൊടുക്കേണ്ടത് കൊടുക്കാതെ അവർ പിന്തിരിയുകയും ചെയ്തു. ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം, അങ്ങനെ ഈമാനൊക്കെ പോയി അവരുടെ ഹൃദയത്തിലേക്ക് നിഫാഖ് പ്രവേശിച്ചു. ഈമാൻ പോയിട്ട് ഇപ്പൊ നിഫാഖ് പ്രവേശിച്ചു. ഇലാ യൗമി യൽഖൗനഹു, എന്നവരെ നിഫാഖ് നിലനിൽക്കുന്നറിയോ? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നാള് വരെ. അതാണ് പേടിക്കുന്നത്. സഅലബയുടെ നിഫാഖ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നാള് വരെ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്ന് അള്ളാഹു അൽ ഖുർആനിലൂടെ പറയുകയാണ്. അള്ളാഹുവിനോട് ചെയ്ത കരാറിൽ ലംഘിച്ചതാണ് ഈ നിഫാഖ് നിലനിൽക്കാൻ കാരണം. അവർ കള്ളം പറഞ്ഞ കാരണത്താലാണ്. അവർക്കറിയില്ലേ അവരുടെ ഉള്ളിലിരിക്കും അവർ പുറത്തു പറയുന്നതും അള്ളാഹുവിന് അറിയാമെന്നും അവർക്കറിയില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹു അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവനാണ് എന്ന വസ്തുതയും ഇവർക്കറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സഅലബയെ കുറിച്ച് അള്ളാഹു തആല ആയത്ത് അവതരിപ്പിച്ചു. മദീന പള്ളിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് റസൂൽ സഹാബത്തിന് ഓതി കൊടുത്തപ്പോൾ സഅലബയുടെ ബന്ധുക്കളിൽപ്പെട്ട ചില ആളുകൾ സദസ്സിലുണ്ടായിരുന്നു. അവര് പെട്ടെന്ന് ചെന്ന് സഅലബയെ വിവരറിയിച്ചു, സഅലബ പിടുത്തം വിട്ടിട്ടുണ്ട്, നിന്നെ കുറിച്ച് ഖുർആനിൽ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഇതിനുമേനിക്ക് നിന്നെ കുറിച്ച് ആയത്തുകൾ അവതരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് സഅലബയ്ക്ക് ബോധോദയം വന്നത്.
വേണ്ടാത്ത കളിയെ കളിച്ചത് പാടില്ലായിരുന്നു. ഉടനെ സാലബ തന്റെ സക്കാത്ത് പിടിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഇനി തൂത്തു, ഞാൻ പശ്ചാത്തപിച്ചിട്ടുണ്ട്, എന്റെ സദഖ, എന്റെ സക്കാത്ത് അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലയ്യ, എന്റെ സക്കാത്ത് സ്വീകരിക്കുന്നത് പടച്ചോൻ എന്റെ മേൽ ഹറാമാക്കിയിരിക്കുകയാണ്, നിഷിദ്ധമാക്കിയിരിക്കുകയാണ്, സ്വീകരിക്കുക. എന്തായിരിക്കും അവസ്ഥ? ആ മനുഷ്യൻ മുന്നിൽ നിൽക്കുമ്പോൾ നിന്റെ സക്കാത്ത് വാങ്ങരുതെന്ന് പടച്ചോൻ എന്നെ മേൽ ഹറാമാക്കിയിരിക്കുന്നു ആ മനുഷ്യനോട് പറയുമ്പോൾ ആരാണെന്ന് ഓർക്കണം. വലിയൊരു സഹാബി 5 നേരം പള്ളിയിലുണ്ടായിരുന്നു പിരിച്ചു. അദ്ദേഹം ഹദീസിൽ കാണാം, മനുഷ്യൻ മരുഭൂമിയിൽ നിന്ന് മണ്ണ് വാരി തലയിലേക്ക് ഇട്ടു. ഞാൻ നശിച്ചു. മണ്ണ് വാരി തലയിലിട്ട് നിലവ തിരിച്ചു. പിന്നെ റസൂൽ അദ്ദേഹത്തിൽ നിന്ന് സക്കാത്ത് സ്വീകരിച്ചിട്ടില്ല. അപ്പൊ വഫാത്തായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അപ്പോൾ അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു സക്കാത്തുമായിട്ട് വന്നു, എന്റെ സക്കാത്ത് സ്വീകരിക്കണം പോലും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വീകരിക്കാത്ത സക്കാത്ത് ഞാൻ സ്വീകരിക്കുകയില്ല എന്ന്. അബൂബക്കർ റളിയല്ലാഹു ജീവിതകാലത്ത് സാലബയുടെ സക്കാത്ത് വാങ്ങിയില്ല. അബൂബക്കർ റളിയല്ലാഹു വഫാത്തായി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ സാലബ സക്കാത്തുമായി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വീകരിക്കാത്ത സക്കാത്ത്, അബൂബക്കർ സ്വീകരിക്കാത്ത സക്കാത്ത് ഉമർ സ്വീകരിക്കുക. നിരാശനായി തിരിച്ചുപോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സാലബ ചത്തുപോയി. സമ്പത്തിന്റെ സമ്പന്നന്റെ സമ്പത്ത് തടഞ്ഞതിന്റെ പേരിലുണ്ടായ ഒരു ദുരവസ്ഥയാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വിവരിച്ചു തരുന്നത്. സഹോദരങ്ങളെ, സക്കാത്തിനെ കുറിച്ച് സത്യത്തിൽ ഇങ്ങനൊരു ക്ലാസ്സിലൂടെ അതിന്റെ ഫളായിലുകൾ പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ ജുമാ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് സമുദായം ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സക്കാത്ത് പൈസ കൊടുക്കുന്നില്ല എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. പൈസ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, നല്ല പൈസ. പ്രത്യേകിച്ച് ഈ ഈരാറ്റുപേട്ടക്കാരെ കുറിച്ച് പറഞ്ഞാൽ, ഞാനൊരിക്കൽ വാൽപ്പാറ പോയപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്, ബോർഡറിൽ എസ്റ്റേറ്റിലൊരു പള്ളി, 125 വീട്ടുകാരുള്ള പാവങ്ങൾ. അപ്പൊ അവർ ഈരാറ്റുപേട്ട എന്നാണ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഈരാറ്റുപേട്ട എന്നാണോ? ഞങ്ങളുടെ പള്ളിയിൽ ഒരുപാട് സംഭാവന ചെയ്യുന്ന ഈരാറ്റുപേട്ടക്കാരാണ്. അപ്പൊ ആരും എത്തിപ്പെടാത്ത ഒരു ഓണക്കൂറ കയറാൻ മൂലയിൽ പോലും ഈരാറ്റുപേട്ടക്കാർ പള്ളിക്ക് കൊടുക്കുന്നുണ്ട്. പുത്തമ്പള്ളി 2.5 കോടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന പുതുക്കിപ്പണത്തിന് നാളെ പള്ളി പൊളിക്കാന്ന് പറഞ്ഞാൽ 5 കോടി കൊടുക്കാൻ പുത്തമ്പള്ളിയിൽ ആൾക്കാരുണ്ടാവും. അത്ര ധർമ്മിഷ്ഠരാണ് പുത്തമ്പള്ളിയിലെ ഈ മഹല്ലങ്ങളുണ്ട്. ഈരാറ്റുപേട്ടയിൽ ഒരു 4 മാസത്തേക്ക് ജീവിക്കാനുള്ള വസ്തുവകകൾ, ആഹാര, പലചരക്ക് സാധനങ്ങൾ പുത്തമ്പള്ളി മഹലിന്റെ കീഴിൽ എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ടാവും. കിറ്റ് കിട്ടിയത് അത് കൊടുത്തത് നിങ്ങളാണ്. കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരിക്കലും പിന്നിലല്ല, സമുദായം പിന്നിലല്ല, നമ്മുടെ മഹലും പിന്നിലല്ല. പക്ഷെ എന്താ പ്രശ്നം? അതൊന്നും സക്കാത്തായിട്ടില്ല. സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ പിന്നിലാണ്, സദഖ കൊടുക്കുന്ന വിഷയത്തിൽ മുന്നിലാണ്. കൃത്യമായി നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്താൽ ഇപ്പൊ കൊടുക്കുന്നതിന് ഒരു 10-1 പോലും കൊടുക്കേണ്ടി വരില്ല. പക്ഷെ ഇത് സക്കാത്തായിട്ടില്ല. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ പടച്ചോണ്ടെടുക്കൽ ശിക്ഷയുണ്ടാവും. സദഖ കൊടുക്കാത്തതിന്റെ പേരിൽ ആർക്കും ശിക്ഷ ഉണ്ടാവില്ല. നമ്മൾ സത്യത്തിൽ കൊടുത്തിട്ടില്ല, തലയിൽ കെട്ടിയിട്ടുണ്ട്. ഇതാണ് ഗുണം നടക്കണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം മനസ്സിലാക്കണം. പൈസ കൊടുക്കലല്ല സക്കാത്ത്. കുറെ പൈസ ഇങ്ങനെ ആർക്കെങ്കിലും കൊടുക്കലാണ് സക്കാത്ത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ അബദ്ധം സംഭവിക്കുന്നത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ ളുഹ്ർ നിസ്കരിച്ചു, വെറുതെ വന്നിട്ട് ഇങ്ങനെ തലകുത്തി പറഞ്ഞ് ളുഹ്റാവുക. ളുഹ്ർ നിസ്കരിക്കുമ്പോൾ 2 റക്അത്തേക്ക് ഒരാൾ ഓതുപോയി, എന്ത് ചെയ്യും? എന്നിട്ട് നിസ്കരിക്കില്ലല്ലോ. പോയി ഒതുകൊടുത്തോ നിസ്കരിക്കും. കാരണം എന്താ? ഒതു മുറിഞ്ഞാൽ ഇനി നിസ്കരിക്കരുതെന്നും ഇനി നിസ്കരിച്ചാൽ പടച്ചോ സ്വീകരിക്കില്ല എന്നും നമുക്കറിയാം. അതുകൊണ്ട് നാണക്കേടാണെങ്കിലും പോയി ഒതുകൊടുത്തിട്ട് വന്നിട്ട് നിസ്കരിക്കൂ. എന്താ കാരണം? നിസ്കാരം എന്ന് പറഞ്ഞാൽ തലകുത്തി മറിയലല്ല. അതിന് ശർത്തുണ്ട്, ഫർളുണ്ട്, സുന്നത്തുണ്ട്. സുന്നത്ത് തന്നെ 2 രീതിയിലുണ്ട്. ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോമ്പാണ്, ആരും കാണാതെ നമ്മൾ വെള്ളം കുടിക്കൂ? ഇല്ല. നമുക്കറിയാം നോമ്പിൽ വെള്ളം കുടിക്കാൻ പാടില്ല, നമ്മൾ ശ്രദ്ധിക്കും. ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഹജ്ജിന് പോകുമ്പോൾ തന്നെ ഒരുപാട് ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ഹജ്ജിന് പോകണം. കാരണം എന്താ? ഹജ്ജ് നഷ്ടപ്പെടാൻ പാടില്ല. എങ്കിൽ സഹോദരങ്ങളെ, നിസ്കാരം പോലെ, നോമ്പ് പോലെ മറ്റൊരു കാര്യമല്ലേ സക്കാത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽ ഒന്നാണല്ലോ സക്കാത്ത്. അപ്പൊ നിസ്കാരം തലകുത്തി മറിയലല്ലെങ്കിൽ, നോമ്പ് പട്ടിണി അല്ലെങ്കിൽ
സക്കാത്ത് എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കലല്ല. സക്കാത്തിന് കൃത്യമായ നിയമങ്ങളുണ്ട്. ആ കൃത്യമായ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് കൃത്യമായി ചെയ്താൽ മാത്രമേ അതിന് ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽപ്പെട്ട സക്കാത്ത് എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ പേര് സദഖ എന്നാണ്, ഹദിയ എന്നാണ്, ഒക്കെയാണ് പേര്. അതൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ പടച്ചോന് തെടിയൊന്നും കിട്ടില്ല. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു കാര്യം ഉപേക്ഷിച്ചു എന്നതിന്റെ പേരിൽ നമ്മുടെ ഈമാനിൽ കുറവ് സംഭവിക്കും. നാളെ പരലോകത്ത് അതിഗൗരവമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ആ ശിക്ഷയുടെ രൂപം നമുക്കറിയാം. ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വർണവും വെള്ളിയൊക്കെ ഉരുക്കി പടച്ചാമ്പുര ദേഹത്ത് വെച്ചിട്ടാണ് കൊള്ളിക്കും. കാഫിർ എന്ന് വിളിച്ചത് സക്കാത്ത് കൊടുക്കാത്തവരെ കുറിച്ചാണ്. സക്കാത്ത് കൊടുക്കുക. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം പൈസ കൊടുക്കുന്നില്ല എന്നുള്ളതല്ല, പൈസ കൊടുക്കുന്നത് സക്കാത്താവുന്നില്ല എന്നാണ് വിഷയം. എന്നാൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ നിന്നാലോ, സക്കാത്താണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ആൾക്കാർക്ക് താല്പര്യമുണ്ടോ അല്ലെ കേൾക്കാൻ. കാരണം അത്ര രസമുള്ള പരിപാടിയല്ല കേൾക്കാൻ. ഇപ്പൊ ആമുഖമായി തന്നെ പറയാണ്, സക്കാത്തിന്റെ മസാലകൾ പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ രസം ഉണ്ടാവില്ല. പിന്നെ ഒരു ചിന്തയുണ്ട്, ഇത് പഠിക്കാതിരുന്ന കുഴപ്പമില്ലല്ലോ, പഠിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അറിയാതിരുന്ന കുഴപ്പമില്ലല്ലോ, അറിയണ്ട. ഇന്ന് ആരെയും പഠിച്ചൊന്ന് അറിഞ്ഞില്ല എന്നതിന്റെ പേരിൽ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആരെയും വെറുതെ തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ രാജ്യങ്ങളിൽ പഠിക്കാനുള്ള തുറന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇഷ്ടംപോലെ ആലിമീങ്ങളുണ്ട്. ഒരു മസലയും അറിയില്ലാത്തതിന്റെ പേരിൽ നിരാശരാകേണ്ട ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലില്ല. നല്ല നല്ല പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു പഠിച്ചോനെ എന്ന റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയില്ല, നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. പഠിച്ചേ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണ് സക്കാത്ത് എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ, സക്കാത്ത് സത്യത്തിൽ നമുക്ക് വിചിത്രമായി തോന്നാവുന്ന ചില കാര്യങ്ങൾ സക്കാത്തിലുണ്ട്. അതിൽ തന്നെ വേണ്ട സക്കാത്ത് എന്നുള്ളത് ധനത്തിന്റെ ബാധ്യതയാണ്, ധനാട്ടിന്റെ ബാധ്യതയല്ല. സമ്പന്നന്റെ ബാധ്യതയല്ല, സമ്പത്തിന്റെ ബാധ്യത. ഈ തിരിച്ചറിവ് ആദ്യം ഉണ്ടാക്കണം. നമ്മുടെ എല്ലാ മുതലിലും സക്കാത്ത് കൊടുക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ സമ്പന്നന്മാരും സക്കാത്ത് കൊടുക്കണം വേണ്ട. എല്ലാ സമ്പന്നന്മാരും സക്കാത്ത് കൊടുക്കണ്ട. സക്കാത്ത് കൊടുക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ട കൃത്യമായ ചില സമ്പത്തുണ്ട്. ആ സമ്പത്ത് നിങ്ങൾക്കുണ്ടോ എന്നാൽ മാത്രം സക്കാത്ത് കൊടുത്താൽ. നിങ്ങൾ സമ്പന്നനായതുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ട കാര്യമില്ല. സക്കാത്ത് കൊടുക്കേണ്ട സമ്പത്ത് ഏതൊക്കെയാണ്? സ്വർണം, വെള്ളി, കറൻസി, കച്ചവട ചരക്കുകൾ, പിന്നെ ആടുമാടൊട്ടകൾ. അത് നമ്മുടെ നാട്ടിൽ അത്രയും വരുന്നില്ല. പിന്നെ കൃഷി നമ്മുടെ നാട്ടിലില്ല. ഈത്തപ്പഴം, മുന്തിരി, നെൽ കൃഷി, ഇതൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതൊന്നും നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ സാധാരണ വരുന്ന പറഞ്ഞാൽ സ്വർണം, വെള്ളി ഉണ്ടാക്കും. സ്വർണമാണ് കൂടുതൽ, വെള്ളി കുറവാണ്. പിന്നെ കറൻസി ഉണ്ട്, കച്ചവട ചരക്കുകൾ. പരിമിതമായ സമ്പത്തിലെ സക്കാത്തുണ്ട്. സ്വർണമാണോ ഏറ്റവും വില പിടിച്ച ലോഹം? ആണോ? അല്ലല്ലോ. സ്വർണത്തെക്കാൾ വില പിടിച്ച രത്നങ്ങളുണ്ട്, വൈഡൂര്യങ്ങളുണ്ട്. ഇല്ലേ? ഇതിനൊന്നും സക്കാത്തില്ല. ഒരാളുടെ കയ്യിൽ 100 കോടി രൂപയുടെ രത്നമുണ്ട്, സ്വർണമല്ല. സ്വർണത്തെക്കാൾ വില പിടിച്ച ലോഹമുണ്ട്, മുത്തോ വൈഡൂര്യോ ഒന്നും ആകട്ടെ, അതിനൊന്നും സക്കാത്തില്ല. 100 കോടി രൂപയുടെ മുതലുണ്ടെങ്കിലും ഒരു പൈസയുടെ സക്കാത്ത് കൊടുക്കണ്ട. ആയുഷ്കാലം മുഴുവനും സൂക്ഷിച്ചാലും അയാൾക്ക് സക്കാത്തില്ല. അയാൾ സമ്പന്നല്ലേ? സമ്പന്നനാണ്, സക്കാത്തില്ല. എന്തുകൊണ്ട്? അയാളുടെ കയ്യിൽ സക്കാത്ത് കൊടുക്കേണ്ട സമ്പത്തില്ല. സക്കാത്ത് കൊടുക്കേണ്ട സമ്പത്ത് ലോഹങ്ങളിൽ നിന്നും സ്വർണ്ണം, വെള്ളി മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ എത്ര വില പിടിച്ച സമ്പത്തുള്ള സമ്പന്നനാണെങ്കിലും അയാൾക്ക് സക്കാത്തില്ല. ഇതാണ് സക്കാത്ത് ഒരു വിചിത്രമാണെന്ന് പറയാൻ കാരണം. പൊതുവെടുക്കുമ്പോൾ പറയലോ, ഒരാൾ ഈ അധോവായു വിട്ട് കഴിഞ്ഞാൽ പൊതു പോകും. അധോവായു വിട്ട ഒരാൾ കഴുകേണ്ടത് എവിടെയാണ്? നമ്മുടെ യുക്തി അനുസരിച്ച് അവിടെ കഴുകണം. പക്ഷെ അവിടെ കഴുകാൻ പറയുന്നില്ല. കഴുകുന്നു മുഖവും കൈയും കാലൊക്കെ തലയൊക്കെ തടയുക. അധോവായു പോയ സ്ഥലം ദുബറ് ആരും തടയാറില്ല. ഇത് പറയുമ്പോഴാണ് ലോജിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അതാണ് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു. ഈ അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കണം. സക്കാത്ത് എന്നുള്ളത് സമ്പന്നന്റെ ബാധ്യതയല്ല, സമ്പത്തിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമ്പന്നന്മാരും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഈ കൃത്യമായി ഇസ്ലാം പറയുന്ന സമ്പത്ത് ആർക്കുണ്ടോ അവർക്ക് മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. ധനത്തിന്റെ ബാധ്യതയാണ്, ധനാട്ടിന്റെ ബാധ്യതയല്ല. 40 ആടുള്ളവൻ സക്കാത്ത് കൊടുക്കണം. ആനയുള്ളവനും 10 ആന ഒരാൾക്കുണ്ട്, ഒരു സക്കാത്ത് കൊടുക്കണ്ട. 10 ആനയ്ക്ക് എത്ര കോടി രൂപ വരും? ജീവിതകാലം മുഴുവനും 10 ആനയെ വളർത്തിയ ഒരാള് ആന വളർത്തി എന്നതിന്റെ പേരിൽ, ആനയുടെ ഉടമസ്ഥനാണെന്നതിന്റെ പേരിൽ ഒരു സക്കാത്തും അയക്കില്ല. കാരണം ആന സക്കാത്ത് നിർബന്ധമാവുന്ന ജീവിയല്ല. സക്കാത്ത് നിർബന്ധമാവുന്ന ആട്, മാട്, ഒട്ടകം, ഈ 3 മാത്രമേ ഉള്ളൂ. വേറെ മൃഗങ്ങളിൽ സക്കാത്തില്ല.
അപ്പൊ സമ്പന്നന്റെ ബാധ്യതയല്ല, കൃത്യമായി ഇസ്ലാം നിശ്ചയിക്കപ്പെട്ട സമ്പത്തിന്റെ മാത്രം ബാധ്യതയാണ് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമതൊരു കാര്യം, സമ്പന്നരായ ആളുകളുടെ നിർബന്ധമായ ബാധ്യത സക്കാത്ത് മാത്രവുമല്ല. ഞാൻ സമ്പന്നനാണ്, സക്കാത്ത് 2% കൊടുത്തു, ഇനി എനിക്ക് ബാധ്യതയില്ല, അങ്ങനെയല്ല. സമ്പന്നർക്ക് സക്കാത്തല്ലാത്ത നിരവധി ബാധ്യതകളുണ്ട്. നമുക്കറിയാത്തൊരു ഹദീസാണല്ലോ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. ആരാണ് അയൽവാസി? 160 വീട്ടുകാരാണ് അയൽവാസി. അപ്പൊ ഞാൻ ഭക്ഷണം വയറ് നിറച്ച് കഴിയുന്നെങ്കിൽ എന്റെ 160 വീട്, ചുറ്റുപാടുള്ള 160 വീട്ടിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല. എങ്കിൽ ഞാൻ കുറ്റക്കാരനാണ്, കാരണം ഞാൻ സമ്പന്നനാണ്, എനിക്ക് വയറ് നിറച്ച് ഉണ്ണാനുണ്ട്. ഈ നാട്ടിലൊരു പെൺകുട്ടി ചികിത്സ കിട്ടാതെ പ്രയാസപ്പെടുന്നെങ്കിൽ ആ പെൺകുട്ടിയെ ചികിത്സിക്കാൻ ഫണ്ട് കൊടുക്കാൻ ഈ നാട്ടിലെ ധനാട്ടിന് നിർബന്ധ ബാധ്യതയുണ്ട്. നിർബന്ധ ബാധ്യത. സക്കാത്ത് കൊടുത്തോണ്ട് എന്റെ ഉത്തരവാദിത്വമെല്ലാം തീർന്നു എന്നൊരു പണക്കാരനും പറയാൻ കഴിയില്ല. സക്കാത്ത് മാത്രമല്ല ധനത്തിന്റെ നിർബന്ധ ബാധ്യത എന്ന് പറയുന്നത്. വേറൊരു കാര്യം, ചില സന്ദർഭത്തിൽ ദരിദ്രരായ ആളുകൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. ധനികനല്ല, ദരിദ്രരായ ആളുകൾക്കും ചില സമയത്ത് സക്കാത്ത് നിർബന്ധമാകുന്നു. ആള് ദരിദ്രനാണ്, പക്ഷെ സക്കാത്ത് കൊടുക്കേണ്ട ചില സന്ദർഭം ഉണ്ടാകും. ഉദാഹരണം പറയാം, ഒരു കച്ചവടക്കാരൻ ഒരു വർഷം പൂർത്തിയായി അവന്റെ കടയിലെ സാധനങ്ങളുടെ കണക്കൂട്ട് നോക്കിയപ്പോ 595 ഗ്രാം വെള്ളിയുടെ വില, ഏകദേശം 50,000 രൂപയ്ക്ക് അയാളുടെ കടയിൽ സാധനമുണ്ട്. സക്കാത്ത് കൊടുക്കണേ വേണ്ടി കൊടുക്കണം. അതായത് സക്കാത്ത് കൊടുക്കേണ്ടയാളാണ്, സക്കാത്ത് കൊടുക്കേണ്ടയാളാണ്. പക്ഷെ ഇയാൾ ദരിദ്രനാണ്. ഇയാളുടെ വീട്ടിലേക്ക് ഇന്ന് രാത്രി മക്കൾക്ക് അരി വാങ്ങാൻ പൈസയില്ല. 50,000 രൂപയുടെ സാധനം ഇയാളുടെ കടയിൽ സ്റ്റോക്ക് ഉണ്ട്. പല സാധനങ്ങളും സ്റ്റോക്കുണ്ട്, വിൽപ്പനയ്ക്കുള്ള സാധനമാണ്. ഇയാളുടെ മേശയിൽ 1 രൂപയില്ല, മക്കൾക്ക് രാത്രി അരി വാങ്ങാൻ പൈസയില്ല. ഇയാൾ ഫക്കീറാണ്. പക്ഷെ ഇയാൾ സക്കാത്ത് കൊടുക്കുന്നത് കാരണം എന്തുകൊണ്ട്? ഇയാളുടെ കയ്യിൽ ഇസ്ലാം സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞ ചരക്കുണ്ട്. ഇയാൾ കച്ചവടക്കാരനാണ്. നീ കച്ചവടക്കാരനാണോ? 595 ഗ്രാം വെള്ളിയുടെ വിലക്കുള്ള ചരക്ക് നിന്റെ കടയിൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഉണ്ടോ? നീ സക്കാത്ത് കൊടുത്തിരിക്കണം. നീ ഫക്കീറാണോ? നിനക്ക് സക്കാത്ത് വാങ്ങാം. ഇയാൾക്ക് സക്കാത്ത് വാങ്ങുകയും ചെയ്യാം, ഇയാളുടെ സക്കാത്ത് കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ഫക്കീർ എന്ന അടിസ്ഥാനത്തിൽ വാങ്ങാം, കച്ചവടക്കാരൻ എന്ന അടിസ്ഥാനത്തിൽ ഇയാളുടെ സക്കാത്ത് കൊടുക്കും. അപ്പൊ ഇങ്ങനെ വിചിത്രമായ ചില രൂപങ്ങൾ നമ്മുടെ ഈ സക്കാത്തിൽ വരും. അപ്പോഴാണ് നമുക്ക് സക്കാത്ത് എന്താണെന്ന് മനസ്സിലായത്. അതിനാണ് ആദ്യം ഇത്തരം ചില കാര്യങ്ങൾ പറയുന്നത്. സക്കാത്തിന് പൈസ കൊടുക്കലല്ല എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. അതുപോലെ ചില സന്ദർഭത്തിൽ ചില ധനികന്മാർക്ക് സക്കാത്ത് വാജിബില്ല. അതിന് ഉദാഹരണം പറഞ്ഞല്ലോ, ആന വളർന്ന ആൾക്കൊന്നും സക്കാത്ത് ഒന്നുമില്ല. വാപ്പാടെ സക്കാത്ത് മക്കൾക്ക് കൊടുക്കാവുന്ന അവസ്ഥയുണ്ട്, മക്കളുടെ സക്കാത്ത് വാപ്പാക്ക് കൊടുക്കാവുന്ന അവസ്ഥയുണ്ട്, ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാവുന്ന അവസ്ഥയുണ്ട്, ഭർത്താവിന്റെ സക്കാത്ത് ഭാര്യയ്ക്ക് കൊടുക്കാവുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ കേവലം ഒരു സഹായമല്ല, സാധാരണ രീതിയിൽ കൊടുക്കാൻ പറ്റൂല. തന്റെ ആശ്രിതർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. ചില സന്ദർഭങ്ങളിൽ ആശ്രിതരായ ആളുകൾക്ക് ഫക്കീർ മിസ്കിൻ എന്ന അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പാടില്ല. ഉദാഹരണത്തിന്, എന്റെ മകനെ ഞാൻ ചെലവ് കൊടുക്കൽ എനിക്ക് നിർബന്ധമാണ്. എന്റെ മക്കൾക്ക്, എന്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കണം. അതെന്റെ ഒരു നിർബന്ധ ബാധ്യതയാണ്. അപ്പൊ ഒരു ആശ്രിതരായതുകൊണ്ട് ഞാൻ ചെലവിന് കൊടുക്കുന്നു. എന്റെ സക്കാത്തിന്റെ വിഹിതം അവർക്ക് പറ്റില്ല. പക്ഷെ എന്റെ മകൻ അവൻ കല്യാണം കഴിച്ചു ജീവിക്കുന്നു, അവനൊരു വീട് പണിതു, അതിലവന് കടമുണ്ട്. അവന്റേതായ ഒരു വീട്, ആർഭാട വീടൊന്നുമല്ല, അതിലവന് കടമുണ്ടെങ്കിൽ എന്റെ സക്കാത്ത് എന്റെ മകന്റെ കടം കിട്ടാൻ വേണ്ടി കൊടുക്കാം. ഫക്കീർ എന്ന അടിസ്ഥാനത്തിൽ ചെലവിന് കൊടുക്കാനല്ല, അവന് കടക്കാരൻ എന്ന അടിസ്ഥാനത്തിൽ എന്റെ മകൻ എന്റെ സക്കാത്ത് കൊടുക്കാം. തിരിച്ചുവാകാം. വാപ്പ വീട് പണിത വകയിൽ വാപ്പയ്ക്ക് കടമുണ്ട്. മക്കളെ സംബന്ധിച്ചിടത്തോളം വാപ്പയ്ക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമാണ്. ചെലവിന് വേണ്ടി വാപ്പ ഫക്കീർ മിസ്കിൻ എന്ന അടിസ്ഥാനത്തിൽ, വാപ്പ കടക്കാരൻ എന്ന അടിസ്ഥാനത്തിൽ ഈ മകന്റെ സക്കാത്ത് വാപ്പയ്ക്ക് കൊടുക്കാം. ഇനി ഭർത്താവ് പ്രയാസക്കാരനാണ്, ഭാര്യ സമ്പന്നയാണ്, ഈ ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാം. ആ സക്കാത്ത് തന്നെ ഭർത്താവിന് എന്ത് ചെയ്യാം? ഇവക്ക് ചെലവിന് കൊടുക്കാം. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ ഭർത്താവിന് നിർബന്ധമാണോ? പക്ഷെ കൊടുക്കാനില്ല. അങ്ങനെ ഇരിക്കുന്ന ഭാര്യ കൊണ്ടിട്ട് ഭാര്യയുടെ സക്കാത്ത് എന്ത് ചെയ്യണം? എന്റെ സക്കാത്ത് നമ്മള് ഭർത്താവിനെ ഏൽപ്പിച്ചു. ഭർത്താവ് എന്ത് ചെയ്തു? അതുകൊണ്ട് അരി വാങ്ങി ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്തു, കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വിചിത്രമായ ചില മസലകളും ചില നിയമങ്ങളും ഈ സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഇതെല്ലാം മനസ്സിലാക്കാനാണ് അടിസ്ഥാനപരമായി പറഞ്ഞു വെച്ചത്. സക്കാത്ത് എന്നുള്ളത് ധനികന്റെ ബാധ്യതയല്ല, ധനത്തിന്റെ ബാധ്യതയാണ്. ഇസ്ലാം പറഞ്ഞ കൃത്യമായ ധനം നിങ്ങളുടെ കയ്യിലുണ്ടോ, ആ ധനത്തിന് ഇസ്ലാം നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ സക്കാത്ത് കൊടുത്തിരിക്കണം. ഈ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഞാൻ ചുരുക്കിയ നിലയ്ക്ക് കാര്യങ്ങൾ പറയുന്നു. ഒന്നാമത്തത് സ്വർണ്ണം വെള്ളിയുടെ കാര്യമാണ്. സക്കാത്ത് ഒന്നാമത് സാധനം സ്വർണ്ണം വെള്ളിയാണ്.
എത്രയാണ് സ്വർണത്തിന്റെ സക്കാത്ത്? 10.5 പവനാണ് സ്വർണം. ഏറ്റവും ചുരുങ്ങിയത് 10.5 പവൻ സ്വർണം. ഉപയോഗിക്കാത്ത സ്വർണം, ഉപയോഗിക്കുന്ന സ്വർണത്തിന് ശാഫിഈ മദ്ഹബിൽ സക്കാത്തില്ല. ഒരു സ്ത്രീക്ക് മിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന സ്വർണത്തിന് സക്കാത്തില്ല. ഉപയോഗിക്കുന്ന പരിധി കഴിഞ്ഞാൽ ആ പരിധി കഴിഞ്ഞ സ്വർണം 10.5 പവനായാൽ അതുവരെയും സക്കാത്തില്ല. 10.5 പവൻ ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് എത്രയുണ്ടെങ്കിലും ആ സൂക്ഷിച്ചു വയ്ക്കുന്ന ഉപയോഗിക്കാത്ത സ്വർണത്തിന്റെ 2.5% സ്വർണമായി സക്കാത്ത് കൊടുക്കണം. സ്വർണമായി സക്കാത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞത് വെറുതെ പൈസ കൊടുക്കലല്ല. വെള്ളി 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ ആ വെള്ളിയുടെ ഉപയോഗിക്കാത്ത വെള്ളി, ഉപയോഗിക്കുന്നതിനില്ല, ഉപയോഗിക്കാത്ത വെള്ളി 595 ഗ്രാം ഉണ്ടെങ്കിൽ അതിന്റെ 2.5% വർഷം പൂർത്തിയാകുമ്പോൾ സക്കാത്തായിട്ട് കൊടുക്കും. അതിന്റെ മുകളിലേക്ക് എത്രയുണ്ടോ മുഴുവത്തിന് സക്കാത്ത് കൊടുക്കണം. വളരെ സിമ്പിളാണ് സ്വർണത്തിന്റെ വെള്ളിയുടെയൊക്കെ. ഇനി പറയാനുള്ളത് കറൻസിയുടെ കാര്യമാണ്. കറൻസി എന്ന് പറയുമ്പോൾ 595 ഗ്രാം വെള്ളിയുടെ ഏകദേശം 50,000 രൂപയാണ് മൂല്യം കണക്കാക്കുക. ഇത്രയും സമ്പത്ത് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ, കയ്യിൽ എന്ന് പറഞ്ഞാൽ കൈ പിടിച്ചോളുന്നില്ല, ബാങ്കിലുണ്ടെങ്കിലും എന്റെ ഉടമസ്ഥതയിൽ അത് എവിടെയുണ്ടെങ്കിലും എന്റേതാണോ, ഒരാൾക്ക് വായ്പ കൊടുത്തിരിക്കാൻ, കടം കൊടുത്തിരിക്കാൻ, എന്റെ പൈസ ഞാൻ വേറെ കടം കൊടുത്തിരിക്കാൻ, ആ കടം കൊടുത്തതിനുൾപ്പെടെ എന്റേതായി കെട്ടിടങ്ങളുടെ അഡ്വാൻസ് കൊടുക്കുമല്ലോ. ഞാനൊരു റൂം എടുത്തിട്ടുണ്ട്, 5 ലക്ഷം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഈ അഡ്വാൻസ് കൊടുത്ത സംഖ്യ എന്റേതാണ്. അത് ഞാനെന്ത് റൂം ഒഴിവാകുന്ന എനിക്ക് തിരിച്ചു തരും, എന്റേതാണ്. ഇതെല്ലാം കൂട്ടണം. എന്റെ ഉടമസ്ഥതയിലുള്ള ഈ സംഖ്യ, ഈ 50,000 രൂപയ്ക്ക് മുകളിലേക്ക് എന്റെ ഉടമസ്ഥതയിൽ ഉണ്ടെങ്കിൽ, ഒരു വർഷം പൂർണ്ണമായിട്ടും ഉണ്ടെങ്കിൽ ഒരു ദിവസം അതിന്റെ ഇടയ്ക്ക് എന്റേതല്ലാതെ സക്കാത്തില്ല. പൂർണ്ണമായിട്ടും ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. വളരെ സിമ്പിളാണ്. അതിന്റെ ഇടയ്ക്ക് ഒഴിവായാലും സക്കാത്തില്ല. ഈ ഒഴിവാക്കാൻ വേണ്ടി പണി നടത്തിയാലും അത് പടച്ചോനറിയാം. ഇപ്പോ ഒരു വർഷം പൂർത്തിയാകുന്നതിന് ഒരു ദിവസം മുമ്പ് എന്റെ ഇടയ്ക്ക് കുറെ പൈസയുണ്ട്, ഭാര്യനെ കൊണ്ടിട്ട് ഭാര്യയോട് ഇതൊക്കെ നീ എടുത്തു വയ്ക്കാനും വേണ്ട, ഭാര്യ അത് മേടിച്ച് കൈ പിടിച്ചു. പിറ്റേ ദിവസം എനിക്ക് സക്കാത്തില്ല. കാരണം എന്താ? ഒരു വർഷം പൂർത്തിയായിട്ടില്ല. പൂർത്തിയാകുന്നതിന് ഞാൻ ആർക്ക് കൊടുത്തു? ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ കൊണ്ടുപോയിട്ട് മനുഷ്യനിക്ക് സൂക്ഷിക്കാൻ പറ്റില്ല, നിങ്ങൾ പിടിച്ചു, നിങ്ങൾ എടുത്തു പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവൻ ഒരു വർഷം സക്കാത്തിന് ഒഴിവായി. പിറ്റേ വർഷം ഇതുപോലെ ചെയ്യാൻ, വർഷം പൂർത്തിയാകുമ്പോൾ ഒരു ദിവസം ഭാര്യയ്ക്ക് കൊടുക്കുക, ഒരു ദിവസം ഭാര്യ തിരിച്ചേൽപ്പിക്കുക, കാലാകാലം സക്കാത്ത് കൊടുക്കണ്ട. വസാലിമ പറഞ്ഞെന്താ പറയോ, ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് അവൻ അന്ന് കുപ്പിയിലിട്ട് നരകത്തിലുള്ള കുപ്പിയിലിട്ട് നരകം എന്ന് പറഞ്ഞാൽ ഇവ പടച്ചോന്റെ അടുത്ത് പറയും, പടച്ചോനെ ഞാൻ സക്കാത്ത് കൊടുക്കാത്തതിന്റെ കാരണം ഒരു വർഷം പൂർണ്ണമായിട്ട് എന്റെ അടുക്കലുണ്ടായിരുന്നില്ല, ഒരു ദിവസം ഞാൻ ഭാര്യയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹ് അവനെ എന്ത് ചെയ്യുന്നറിയാം, കുപ്പി പിടിച്ചിട്ടിട്ട് നരകത്തിലേക്ക് ഇടും. ഇപ്പൊ ചോദിക്കും, പടച്ചോ നീ എന്തിനാ നരകത്തിലിട്ടത്? ഞാൻ സക്കാത്ത് കൊടുക്കാത്ത അതുകൊണ്ടല്ലേ, നീ പറഞ്ഞ് അനുവദിച്ച കാരണം. ഞാൻ നിന്നെ നരകത്തിലുള്ള കുപ്പീനല്ലേ ഇട്ടു, കുപ്പീനല്ലേ നരകത്തിലുണ്ടെന്ന് പടച്ചോൻ പറയുന്നതാണ്. വസാലിമ വളരെ സരസമായ സംഭവം അവതരിപ്പിക്കുന്നത്. അപ്പൊ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ മനസാക്ഷി, മനസ്സ് പടച്ചോനറിയാം. പറഞ്ഞാൽ ചുരുക്കം, ഒരു വർഷം പൂർണ്ണമായി നമ്മുടെ ഉടമസ്ഥതയിൽ ഈ 50,000 രൂപ നമ്മുടേതായിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം. പലരും കടം മേടിച്ചിട്ടുണ്ട്. കടം മേടിച്ച പൈസ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊടുത്തേക്കണം സക്കാത്ത്. കിട്ടുമെന്ന് ഉറപ്പില്ല, കിട്ടാതിരിക്കാം. കിട്ടാക്കാറാണെങ്കിൽ എന്ന് കിട്ടുന്നോ അന്ന് കൊടുത്താൽ മതി. പക്ഷെ മുൻകാല പ്രാബല്യത്തോടെ 10 വർഷം കഴിഞ്ഞ് കിട്ടിയത് 10 വർഷത്തിൽ സക്കാത്ത് കടം കൊടുത്തേന്ന് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? കിട്ടുമെന്ന് ഉറപ്പുള്ള കടാണെങ്കിൽ ഇവിടെ കൊടുക്കുക, ഉറപ്പില്ലാത്ത കടം കിട്ടുമ്പോൾ കൊടുത്താൽ മതി. മുൻകാല പ്രാബല്യം അതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി വേറെ വിഷയമുള്ളത്, നമ്മുടെ ബാങ്കിൽ ഒരു കുറച്ച് ഡിപ്പോസിറ്റ് ഉണ്ട്. 50,000 രൂപ ഞാൻ ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. ഒരു വർഷം കഴിയുമ്പോൾ 50,000 രൂപയ്ക്ക് 2% സക്കാത്ത് കൊടുക്കണം. പക്ഷേ ഞാൻ മാസാമാസം ഒരു 5,000 രൂപ വീതം വീണ്ടും ഇടുകയാണ്. 50,000 ഈ മാസം എടുത്തു, 5,000 രൂപ അടുത്ത മാസം എടുത്തു, പിന്നെ ഒരു 5,000 രൂപ അടുത്ത മാസം എടുത്തു, ഇങ്ങനെ പോവുകയാണ്. അല്ലെങ്കിൽ ഞാനൊരു കുറി കൂടിയിട്ട് ചിട്ടി ചെയ്തെനിക്ക് 5,000 രൂപ ഈ മാസം അടച്ചിടും, അടുത്ത മാസം 5,000, 10 മാസം കൊണ്ട് അടച്ചു ചിട്ടി കുറി എനിക്കുണ്ട്. അല്ലെങ്കിൽ ശമ്പളക്കാരനാണ് ഞാൻ, ഈ മാസം എനിക്ക് ഇത്ര ശമ്പളം കിട്ടുന്നു, അപ്പൊ ഈ മാസം കിട്ടുമ്പോൾ 25,000 രൂപ എനിക്കുള്ളൂ, വെക്കാത്തില്ല. അടുത്ത മാസം കൂടെ കിട്ടുമ്പോൾ 50,000 രൂപയും, അപ്പൊ എനിക്ക് നിസാബായി. അപ്പൊ അടുത്ത മാസം മുതൽ ഒരു വർഷം കഴിയുമ്പോൾ 50,000 സക്കാത്ത് കൊടുക്കണം. പക്ഷേ പിന്നത്തെ മാസം 25,000 കിട്ടേണ്ടത്. അപ്പൊ ഈ 3 രൂപത്തിൽ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, ഒന്ന് ഒരു ഫിക്സഡ് തുക ഡിപ്പോസിറ്റ് ചെയ്തിട്ട് മാസാമാസം അല്ലെങ്കിൽ ആഴ്ചയിൽ വീണ്ടും ഇടുന്നു.
അല്ലെങ്കിൽ കുറി കൂടിയിട്ട് മാസാമാസമോ ആഴ്ചയിലോ ഒരു സംഖ്യ നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ശമ്പളം ലഭിക്കുന്നു. ഇവിടെ വർഷത്തിലെ സക്കാത്ത് എന്നുള്ളത് മാറി വർഷത്തിലും സക്കാത്ത് വരും, മാസത്തിലും സക്കാത്ത് വരും. കാരണം 50,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് ഒരു വർഷം കഴിയുമ്പോൾ 50,000 രൂപ 2% കൊടുക്കണം. പക്ഷെ രണ്ടാമത്തെ മാസം 5,000 രൂപ ഉണ്ട്, മൂന്നാമത്തെ മാസം. അപ്പോ ഒരു വർഷം കഴിഞ്ഞ ഒരു മാസം കൂടി കഴിയുമ്പോൾ 5,000 രൂപയ്ക്ക് 2% കൊടുക്കണം. 50,000 രൂപ വർഷം കൊടുത്താൽ മതി. രണ്ടാമത്തെ മാസത്തെ 5,000 രൂപയുടെ 2% ഈ മാസം കൊടുക്കണം. രണ്ടാമത്തെ മാസത്തെ 5,000 രൂപയുടെ അടുത്ത മാസം കൊടുക്കണം. കുറിയിലും അങ്ങനെ തന്നെയാണ്. മാസാമാസം സക്കാത്ത് വരും. ഇനി ആഴ്ചയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആഴ്ചയിൽ സക്കാത്ത് വരും. അങ്ങനെയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞത് പൈസ കൊടുക്കലല്ല സക്കാത്ത്. കൃത്യമായിട്ട് ഇസ്ലാമിക് ശരീഅത്ത് പഠിപ്പിച്ച നിയമങ്ങൾക്കനുസരിച്ച് ചെയ്യുമ്പോഴാണ് സക്കാത്ത് ആവുക. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, സക്കാത്തിന് വർഷം കണക്ക് കൂട്ടേണ്ടത് അറബി മാസമാണ്, ഇംഗ്ലീഷ് മാസമല്ല. ഇംഗ്ലീഷ് മാസമല്ല, പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ദിവസത്തെ അറബി ഡേറ്റ് നോക്കണം. അറബി ഡേറ്റ് കച്ചവടം ചെയ്യുന്ന ദിവസത്തിൽ അറബി ഡേറ്റ് നോക്കണം. കച്ചവടം നിന്നാണോ തുടങ്ങുന്നത് അറബി ഡേറ്റ് നോക്കുക. അറബി കണക്കിനനുസരിച്ചാണ്. കാരണം അറബി കണക്ക് കൂട്ടുമ്പോൾ 35 വർഷം കൊണ്ട് ഒരു വർഷം കൂടുതൽ വരും. പാവപ്പെട്ടവന് നല്ലത് അതാണ്. ഈ അറബികളൊക്കെ പഴയകാലത്ത് ജോലിക്ക് ശമ്പളം കൊടുത്തിരുന്ന അറബി മാസത്തില്ല. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് നഷ്ടമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇംഗ്ലീഷിലേക്ക് മാറിയത്. പാവപ്പെട്ടവന്റെ അവകാശം സംരക്ഷിക്കാൻ നല്ലത് അറബി മാസമാണ്. അവിടെ ശ്രദ്ധിക്കുക. ഇനി കച്ചവടത്തിന്റെ സക്കാത്ത് ചുരുക്കി പറയാം. കച്ചവടത്തിന് സക്കാത്തുണ്ട്, എല്ലാ തരം കച്ചവടങ്ങൾക്കും സക്കാത്തുണ്ട്. ഞാൻ ഈ പറഞ്ഞ 50,000 രൂപ 595 ഗ്രാം വെള്ളിയുടെ വിലയ്ക്ക് കച്ചവടം തുടങ്ങി ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അവന്റെ കടയിൽ സ്റ്റോക്ക് എടുത്തിട്ട് ആ സ്റ്റോക്കിന്റെ വിലയും അവന്റെ കയ്യിൽ ബാലൻസ് ഇരിപ്പുള്ള ലാഭവും കൂട്ടി നോക്കുമ്പോൾ 50,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ 2.5% സക്കാത്ത് മൊത്തമാണ്. ചെലവായി പോയത് കൂട്ടേണ്ടതില്ല. വർഷത്തിനിടയ്ക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്, അത് മക്കൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്, വീട് പണിതിട്ടുണ്ട്, കാറ് മേടിച്ചിട്ടുണ്ട്, സ്ഥലം മേടിച്ചിട്ടുണ്ട്, ആയിക്കോട്ടെ, കുഴപ്പമില്ല, അതിനും സക്കാത്തില്ല. നിന്റെ കയ്യിൽ എന്ത് ബാലൻസ് ഉണ്ട്, ബാലൻസ് ഉള്ളതിനാണ് സക്കാത്ത് ചോദിക്കുന്നത്. ചില കച്ചവടങ്ങളൊക്കെ ഭൂമി കച്ചവടമാണെങ്കിൽ വാങ്ങിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോ 1 കോടി രൂപയ്ക്ക് മേടിച്ച ഭൂമി 1 കോടി 10 ലക്ഷം രൂപയ്ക്ക് വിറ്റുന്നിരിക്കാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മറച്ചു വയ്ക്കാൻ പറ്റി. 10 ലക്ഷം രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. ഈ 10 ലക്ഷം രൂപ കൊണ്ട് അവനൊരു കാറ് വാങ്ങി. ആ കാറിൽ സക്കാത്ത് ചോദിക്കൂല. കാരണം അത് ഇടയ്ക്ക് കിട്ടിയ ലാഭം കൊണ്ട് നീ ചെലവാക്കിപ്പോയതാണ്. അത് കാറ് വാങ്ങിയതാകട്ടെ, വീട് പണിതതാകട്ടെ, എന്തും ആകട്ടെ, അതിൽ ദൂരത്തുണ്ടോ? ദൂരത്തുണ്ടെങ്കിൽ ദൂരത്തിന്റെ പേരിൽ നിന്നെ പരലോകം ശിക്ഷിക്കപ്പെടും. സക്കാത്ത് എന്നുള്ളതിനകത്ത് ബാധകാവില്ല. ഇതാണ് കച്ചവടച്ചരക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാരണമാണ്. ഈ കച്ചവടച്ചരക്കിന് വിലയിടുമ്പോൾ ഏത് വിലയിടുമ്പോൾ ഒരു സംശയം ഉണ്ടാവും. വാങ്ങിയ വിലയാണോ വിറ്റ വിലയാണോ? വിൽക്കുന്ന വില, 2 വിലയല്ല. വാങ്ങിയ വിലയുമല്ല, വിൽക്കുന്ന വിലയുമല്ല, മാർക്കറ്റ് വില, നിലവാര വില എന്ന് പറയും. ഒരാൾ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് വില കിട്ടും. ഇപ്പൊ വാങ്ങിയ വില കണക്കാക്കാൻ വിൽക്കുന്ന വില പലതും വ്യത്യസ്തമായിരിക്കാം. ഈ ഈരാറ്റുപേട്ട മാർക്കറ്റിൽ ഈ സാധനത്തിന്റെ ഹോൾസെയിൽ വില എന്താണോ ആ വിലയാണ് സാധനങ്ങൾക്ക് വിലയിടുന്ന സമയത്ത് നമ്മൾ കണക്ക് കൂട്ടുന്നത്. കച്ചവടച്ചരക്കിനെ സംബന്ധിച്ചിടത്തോളം വർഷം പൂർത്തിയാകുന്ന സമയത്ത് മാത്രം നിസാബ് ഉണ്ടായാൽ മതി. ഒരാള് 10,000 രൂപ കൊണ്ട് ഒരു കച്ചവടം തുടങ്ങി, വർഷം പൂർത്തിയായപ്പോ 50,000 രൂപയായിട്ട് വളർന്നു. ഞാൻ 10,000 കൊണ്ട് കച്ചവടം തുടങ്ങി സക്കാത്തില്ല എന്ന് പറയാൻ പറ്റില്ല. വർഷം പൂർത്തിയാകുമ്പോൾ 50,000-നുണ്ടോ സക്കാത്ത് കൊടുത്തിരിക്കുന്നു. അതാണ് അതിന്റെ കണക്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കടം സക്കാത്തിനെ തടയുക. പ്രധാനമായി ശ്രദ്ധിക്കണം. പല ആളുകളും സക്കാത്തിന് ഒഴിവാകുന്നത് എങ്ങനെയാണെന്നറിയോ? കടാണെന്ന് പറയാം. കടം സക്കാത്തിനെ തടയുകയില്ല. ഒരാൾ കച്ചവടം തുടങ്ങി, 5 ലക്ഷം കൊണ്ട് കച്ചവടം തുടങ്ങി. 5 ലക്ഷം രൂപ കച്ചവടം തുടങ്ങിയ കടം മേടിച്ച സാധനം, കടയിലിരിക്കുന്ന എല്ലാം ക്രെഡിറ്റാണ്. 5 ലക്ഷം രൂപ സാധനം ഇറക്കി കൊടുത്തു, ഏജൻസികൾ ഇറക്കി കൊടുത്തു, അതുകൊണ്ട് കച്ചവടം തുടങ്ങി. ഒരു വർഷം പൂർത്തിയായി, 5 ലക്ഷം കൊടുത്തിട്ടില്ല. എന്നാൽ പോലും ഇരിക്കുന്ന സ്റ്റോക്കിന്റെ വിലയിട്ടിട്ട് 2% സക്കാത്ത് കൊടുത്തിരിക്കുന്നു. ഇനി 5 ലക്ഷം കൊണ്ട് കച്ചവടം തുടങ്ങി, 4 ലക്ഷവും നഷ്ടമായി. എന്നാൽ പോലും 1 ലക്ഷത്തിന് സക്കാത്ത് കൊടുത്തിരിക്കണം. കടം ഒരിക്കലും സക്കാത്തിന് തടസ്സമല്ല. കടമുണ്ടെന്ന് പറഞ്ഞാൽ അവനെ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ നഷ്ടമല്ലെന്ന് ചോദിച്ചാൽ എന്താ പയ്യന് പറയാം? ആ കച്ചവടം നഷ്ടം, ഇനിയിപ്പോ സക്കാത്ത് കൊടുത്ത് അതും കൂടി നഷ്ടമല്ലേന്ന് ചോദിച്ചാൽ ഇതൊക്കെ പറയുന്ന ആരോടാന്നറിയോ? പരലോകത്ത് വിശ്വാസമുള്ളവരോട് ഇതൊക്കെ പറയുന്നത്. ഒരു പരലോകമുണ്ടെന്നും അവിടെയാണ് ഞാൻ ചെയ്ത പുണ്യത്തിന്റെ പ്രതിഫലം ശരിക്കും കിട്ടുന്നത് പരലോകത്താണെന്നും വിശ്വാസമുള്ളവരോടാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ദുഹുറസ്കരിച്ച് നഷ്ടമല്ലേ? ദുഹുറസ്കരിച്ചിട്ട് എന്താ കിട്ടിയത്? ഈ ദുഹുറസ്കരിച്ചിട്ട് എന്താ കിട്ടിയത്? വീട്ടിൽ നിന്ന് ഒന്ന് കഷ്ടപ്പെട്ടിട്ട് എന്താ കിട്ടിയത്?
ഇപ്പൊന്നും കിട്ടിയിട്ടില്ല. കിട്ടുന്നൊരു സ്ഥലമുണ്ടെന്ന് വിശ്വാസമുള്ളവരാണ് പറഞ്ഞത് നിസ്കരിക്കാൻ പറഞ്ഞത്. അപ്പൊ നിന്റെ കച്ചവടം നഷ്ടമാണെങ്കിലും 2.5% സക്കാത്ത് പാവങ്ങൾക്ക് കൊടുത്താൽ അള്ളാഹു നിനക്ക് ആഖിറത്തിൽ കൂലി തരുമെന്നും സക്കാത്ത് കൊടുക്കാത്തതിനെ ശിക്ഷിക്കില്ല എന്നും ബോധ്യമുള്ളവരോടാണ് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത്. ആ വിശ്വാസം ഇല്ലേ? മുഅ്മിനല്ലല്ലോ, എന്നോട് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതാണ് സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്റ്റോക്ക് എടുപ്പ് പലരും പറയാറ് സ്റ്റോക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയും. അപ്പൊ ഇതിപ്പോ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് അടിച്ചാൽ പെട്ടെന്ന് സ്റ്റോക്ക് കിട്ടും. ഈ സ്റ്റോക്ക് എടുക്കാൻ തീരെ പ്രയാസമാണെങ്കിൽ ചില ഈ മുട്ടുസൂചി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. കടകൾ ആഴ്ചകളോളം അടച്ചേണ്ടി വരും. അങ്ങനെയുള്ള ആളുകള് തന്റെ മനസാക്ഷിയെ വഞ്ചിക്കാത്ത രീതിയിൽ ഇത് കുറവ് വരില്ല എന്ന രീതിയിൽ ഒരു മൊത്ത കണക്കെടുക്കുക. കുറവ് വരില്ല എന്ന് നമ്മുടെ മനസാക്ഷി പറയുന്ന രീതിയിൽ ഒരു മൊത്തത്തിൽ കണക്കെടുത്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, സക്കാത്ത് കൊടുക്കുക. സ്റ്റോക്ക് എടുക്കാൻ തീരെ ബുദ്ധിമുട്ടുള്ള കടയാണെങ്കിൽ. ഇനി ഏജൻസികൾ ഉണ്ടാവും. ഏജൻസികൾ ചില സാധനങ്ങൾ കമ്പനി കൊണ്ട് വെച്ച് നമ്മളത് വിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലാഭം കിട്ടും. വിറ്റില്ലെങ്കിൽ സാധനം കമ്പനി മടക്കിയെടുക്കും. അങ്ങനെയുള്ള സാധനങ്ങളുടെ ഉടമസ്ഥാവകാശം നമുക്കില്ല. അതുകൊണ്ട് തന്നെ സക്കാത്ത് വരുന്നില്ല. ഏജൻസി 2 തരത്തിലുണ്ട്. തിരിച്ചെടുക്കാത്തതുകൊണ്ട് തിരിച്ചെടുക്കുന്നതുകൊണ്ട് മാത്രം സക്കാത്ത് ഒഴിവാക്കില്ല. എല്ലാ കടകളിലും വച്ചിരിക്കുന്ന സാധനങ്ങൾ ഡാമേജ് ആയിട്ട് നമ്മൾ തിരിച്ചെടുക്കും. പക്ഷെ അതുകൊണ്ട് സക്കാത്ത് ഒഴിവാക്കില്ല. കേവല ഏജൻസി മാത്രമാണെങ്കിൽ ഇയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ സാധനം വിറ്റാൽ 2% ലാഭം കിട്ടും, വിറ്റില്ലെങ്കിൽ കമ്പനി തിരിച്ചെടുത്തു. ഇങ്ങനെയുള്ള കേവല ഏജൻസികളാണെങ്കിൽ മാത്രം അവർക്ക് സക്കാത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. ഈ ഹോട്ടല്, കൂൾബാർ പോലെയുള്ള ചില കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഞാൻ വിശദാംശങ്ങളിൽ പോകുന്നില്ല. അവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റോക്ക് എടുക്കാനുണ്ടാവില്ല. ഇന്ന് കിട്ടിയ സാധനം വൈകുന്നേരം കൂൾബാർ അടയ്ക്കുമ്പോൾ എല്ലാം അടിച്ച് മുന്തിരി എല്ലാം പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ദിവസം ഈ നിസാബിലേക്ക് അവിടെ ഇത് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വർഷാവസാനം അവരുടെ നിസാബ് കൂട്ടാൻ പറ്റുന്ന രീതിയിൽ മെഷീനറീസ് ഒഴിവാക്കിയിട്ട് വാങ്ങിച്ചുറ്റിക്കുന്ന പഞ്ചസാര, തേയില ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂട്ടി ഡ്രോയിൽ കിടക്കുന്ന ലാഭവും കൂട്ടിയിട്ട് ഈ ഒരു സംഖ്യ വരുന്നുണ്ടെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കുക. അല്ലാത്ത സാധാരണ മീൻ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. രാവിലെ പോയി ഒരു വെട്ടി മീനെടുത്ത് കൊണ്ടുപോയി വിറ്റു. അവർക്കൊന്നും ഈ പറയും പോലെ ഒരു നിസ്സാബത്തിന്റെ അവസ്ഥ സാധാരണ രീതിയിൽ ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് അവരുടെ ബാധ്യതയായിട്ട് വരികയില്ല. ഇങ്ങനെ ചില കാര്യങ്ങൾ. പിന്നെ മുൻകൂർ സക്കാത്ത് കൊടുക്കാൻ പറ്റും. വർഷം പൂർത്തിയാകുമ്പോഴായിട്ട് സക്കാത്ത് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ 2 ഷർത്തുണ്ട്. വർഷം പൂർത്തിയാവുന്ന സമയത്ത് വാങ്ങിയാൾ വാങ്ങാൻ അർഹനായിരിക്കണം, കൊടുക്കുന്നയാൾ കൊടുക്കാനും അർഹനായിരിക്കണം. എന്നാലേ ഇയാളുടെ സക്കാത്ത് വിടും. ഇപ്പൊ നമ്മളൊരാൾക്ക് സക്കാത്ത് വിടുന്നു. എന്റെ ഈ റമദാനിൽ ഞാനൊരു 5 ലക്ഷം ബാങ്കിലിട്ടു. എനിക്ക് സക്കാത്ത് അടുത്ത റമദാനിൽ നിർബന്ധമുള്ളൂ. പക്ഷെ എനിക്ക് ഈ റമദാൻ ഒരു കല്യാണമുണ്ട്, പെങ്ങളുടെ മോളൊരു കല്യാണമുണ്ട്, എനിക്ക് 50,000 സഹായിക്കാം. ഞാൻ എന്ത് ചെയ്യും? എന്റെ അഡ്വാൻസ് സക്കാത്തായിട്ട് എടുത്തിട്ട് അവർ കൊടുക്കുകയാണ്. പക്ഷേ അടുത്ത റമദാനാകുമ്പോൾ ഞാൻ കൊടുത്തയാള് കൊടുത്തതായി പോയി വിചാരിക്കാം, വീണ്ടും സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഞാൻ കൊടുത്തയാള് ലോട്ടറി അടിച്ചിട്ടോ മറ്റോ സമ്പന്നനായെന്ന് വിചാരിക്കാൻ പെട്ടെന്നുണ്ട്. എന്നാലും എന്റെ സക്കാത്ത് വേറെ കൊടുക്കേണ്ടി വരും. അപ്പൊ വാങ്ങിയ ആള് വാങ്ങാനും കൊടുത്തയാള് കൊടുക്കാനും അർഹരായ രീതിയിൽ വർഷാവസാനം ഉണ്ടെങ്കിൽ അഡ്വാൻസ് സക്കാത്ത് പറ്റും, ഇല്ലെങ്കിൽ പറ്റൂല. 1 വർഷത്തേക്ക് അഡ്വാൻസ് സക്കാത്ത് പറ്റുള്ളൂ, 2 വർഷത്തേക്ക് അഡ്വാൻസ് സക്കാത്ത് പറ്റുകയുമില്ല. ഇതാണ് സക്കാത്തിന്റെ ചുരുക്കിയ വിവരം. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു അവസരത്തിൽ ബാക്കി കാര്യം സംസാരിക്കാൻ. മഹത്തായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കൃത്യമായി സക്കാത്ത് കൊടുത്ത് സ്വർഗത്തിലെത്തുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മൾ പ്രത്യേകിച്ചിരിക്കുമാറാകട്ടെ.